ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ഇവിടെയുള്ള വിശുദ്ധരുടെ മുൻപാകെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവന് ബലം നൽകിയതോർത്ത് ഞാൻ സർവമഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഈ നിലയിൽ അടിയന് വചനം ശുശ്രൂഷിക്കുവാനുള്ള സാവകാശം തന്ന ഉത്തരവാദിത്തപ്പെട്ട സഭയിലെ പ്രിയപ്പെട്ടവരോടുള്ള കർത്തൃനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അല്പസമയത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായി 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. 1 Peter chapter 2 verse 9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നാം വായിച്ച ഈ വചനഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ ആരായിരുന്നു, ഇപ്പോൾ ആരായിരിക്കുന്നു. നമ്മൾ ആരായിരുന്നു എന്നുള്ളത് ആരംഭിക്കുന്നത് തന്നെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അവിടെ അത്ര സന്തോഷകരമല്ല നൽകിയിട്ടുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നാം. ഈ പ്രസ്താവന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് നടത്തിക്കൊണ്ട് 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും എന്ന് ഓർത്തുകൊള്ളുവിൻ. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൽ നാം ഓർക്കേണ്ടത്, ഇടയ്ക്കിടെ നാം ഓർക്കേണ്ടതായ വിഷയമാണ് നമ്മുടെ പൂർവാവസ്ഥ എന്തായിരുന്നു. എന്തിനായി പൂർവാവസ്ഥ ഓർക്കുന്നേ? പൂർവാവസ്ഥ ഓർക്കുമ്പോൾ പൂർവാവസ്ഥയോടൊപ്പം തന്നെ ദൈവം കൃപയാൽ നൽകിയിരിക്കുന്ന സ്ഥാനീയ പദവികളും കൂടെ നാം ഓർക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ ലഭിച്ചിരിക്കുന്ന അല്പസമയത്തിനുള്ളിൽ ഈ 4 സ്ഥാനീയ പദവികളും കർത്താവ് തൻ്റെ രക്തം മറുവിലയായി നൽകിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മെ തന്നിലൊരു പുതിയ സൃഷ്ടിയായി തീർത്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും ഈ സ്ഥാനീയ പദവികളിൽ ആക്കി വെച്ചിരിക്കുകയാണ്. ഈ സ്ഥാനീയ പദവികളിൽ ആക്കി വെച്ചിരിക്കുന്നത് മുഖാന്തരം ചില ദൈവ ഉദ്ദേശങ്ങൾ അതിലുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കും നിങ്ങൾക്കും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നിറവേറ്റപ്പെടേണ്ട ചില ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. ഇന്ന് പകൽക്കാലം എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമായിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അല്പമായിട്ട് ധ്യാനിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചിന്തയെ മറ്റൊരു നിലയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ. നാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരേ പ്രായത്തിൽ പുതിയ സൃഷ്ടിയായി ജനിച്ചതല്ല. അതുകൊണ്ട് തന്നെ എൻ്റെയും നിങ്ങളുടെയും വയസ്സ്, ആത്മീയമായിട്ട് വീണ്ടും ജന്മം പ്രാപിച്ച വയസ്സ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം തന്നെ ഒരു സ്വയപരിശോധനയ്ക്കായിട്ട് നമ്മിലേക്ക് തന്നെ തിരിച്ചു നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ദൈവം കൃപയാൽ എനിക്ക് ദൈവം മകനായി തീർന്നു, മകളായി തീർന്നതിന് ശേഷം ഇത്ര വയസ്സുവരെ ഇതുവരെ ജീവിക്കാൻ തന്നു.
ഈ അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാലയളവിൽ ഞാൻ ദൈവ ഉദ്ദേശവും ദൈവം എന്നിലൂടെ നിവൃത്തിയാകണമെന്ന് ആഗ്രഹിച്ച ആ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെട്ടിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു ആത്മപരിശോധനയായി ഇന്നത്തെ വചന ശുശ്രൂഷയെ ഞാൻ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുകയാണ്. നാം വിഷയത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തൻ്റെ രക്തം മറുവിലയായി നൽകിക്കൊണ്ട് തന്നിലൊരു പുതിയ സൃഷ്ടിയാക്കി ഓരോ ദേശത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലുമാക്കി വെച്ചിരിക്കുകയാണ്. തണ്ടിന്മേൽ നാട്ടിയിരിക്കുന്ന വിളക്കായിട്ട് നിർത്തിയിരിക്കുക. അതിന് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഉദ്ദേശങ്ങൾ, അത് നമ്മെ സൂചിപ്പിക്കുന്ന ചില വസ്തുതകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഭയനിർദ്ദേശം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സന്ദേശം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, എന്നിലും നിങ്ങളിലും ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ഓരോ പ്രദേശത്ത് ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവ ഉദ്ദേശം എന്താണ്? ഒന്നുകൂടി വ്യക്തമായി ചോദിച്ചാൽ, നാം കർത്താവിനെ തിരഞ്ഞെടുത്തതാണോ? നമുക്കൊരു വേദഭാഗത്തേക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കാക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന ഒക്കെയും നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ഈ ഒരു ബോധ്യത്തോടു കൂടെയാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തിലൂടെ വെളിപ്പെട്ടു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നിരിക്കുന്ന കാര്യങ്ങളാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനാണ്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനാണ്, അങ്ങനെ എൻ്റെ പിതാവ് മഹത്വപ്പെടണം. മാത്രവുമല്ല, നിങ്ങൾ എൻ്റെ പിതാവിനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് നൽകേണ്ടതിനാണ്. ഈ ഒരു ഉൾക്കാഴ്ചയോട് കൂടിയാണോ വാസ്തവത്തിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്കായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്? ഈ ഒരു വലിയ ഉത്തരവാദിത്വത്തോടു കൂടെയാണോ ഞാനും നിങ്ങളും എൻ്റെ ജീവിതം നയിക്കുന്നത്? ഒന്നുകൂടി വ്യക്തമാക്കുന്ന ഈ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമാക്കുന്ന ഒരു ഭാഗം കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം. അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് എന്നോടും നിങ്ങളോടും വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പരത്തുവാനായി നിങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പരത്താനാണ്. അത് ആരുടെ ഇടയിലൊക്കെയാ? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും. ഈ സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ദൗത്യം, അത് വാസ്തവമായിട്ടും നമ്മിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നാം നമ്മുടെ ജീവിതം ആരംഭിക്കുവാൻ. ഇനി നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ഭാഗം എന്താണ്? അത് നമ്മുടെ സ്വഭാവമാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. അവിടെ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തോട് ഞാനും നിങ്ങളും കൂട്ടാളികളാവണം, യേശു ക്രിസ്തുവിൻ്റെ അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് തൻ്റെ വകയാക്കി ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും നിലയിൽ ജീവിക്കാനോ ഏതെങ്കിലും സ്വഭാവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനോ എനിക്കും നിങ്ങൾക്കും
യാതൊരു നിലയിലും കഴിയുകയില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നത് യേശു ക്രിസ്തുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കണം. എന്താണ് യേശു ക്രിസ്തുവിലുള്ള അതേ ഭാവം? എല്ലാ ആരാധന യോഗങ്ങളിലുമൊക്കെ നാം വായിക്കാറും ധ്യാനിക്കാറും ഉള്ളതാണ്. അതേ ഫിലിപ്പി ലേഖനം തന്നെ 2:6 മുതൽ 8 വരെയുള്ള യേശു ക്രിസ്തുവിന്റെ ഭാവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് നമുക്ക് രേഖയാക്കി തന്നിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നോക്കുക, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇതിന്റെ പിന്നിൽ വ്യാപരിച്ച ഉദ്ദേശം എന്താണ്? 10ാം തലമുറയ്ക്ക് പോലും ദൈവസന്നിധിയോട് അടുത്തു വരുവാൻ കഴിയാതിരുന്നപ്പോൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം തരുവാൻ നമ്മിൽ പാപി എന്നുള്ള ആ മേലെഴുത്ത്, നമ്മിലുള്ള മേലെഴുത്ത്, അത് ക്രൂശിന്റെ നടുവിൽ തറച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിക്കൊണ്ട് അവരെ പരസ്യമായ ഒരു കാഴ്ചയാക്കി നിർത്തിക്കൊണ്ട് നമ്മെ സ്വാതന്ത്ര്യം തന്ന് ദൈവത്തിന്റെ മക്കളായി അവനെ ആരാധിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്ന് നമ്മെ നിർത്തുകയാണ്. നോക്കുക, ആ താഴ്ച, അതാണ് എന്നിലും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ക്രിസ്തു യേശുവിലുള്ള അതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇനി നാം ആരാധനയ്ക്ക് ചിന്തിച്ചതാണ് മറ്റൊരു പോയിന്റ്. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നാം ചിന്തിച്ചതാണ്. അവൻ സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രരായി തീർന്ന കൃപ അറിയുന്നുവല്ലോ. ഇതെല്ലാം വാസ്തവമായിട്ടും കർത്താവ് സഹിച്ചത് എന്നെയും നിങ്ങളെയും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവ മക്കളാക്കി തീർക്കുന്നതിനാണ്. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകപ്പെടേണ്ടതും ഈ സ്വഭാവ ഗുണങ്ങൾ തന്നെയല്ലേ? വാസ്തവമായിട്ടും നാം എത്രത്തോളം കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളായി ജീവിക്കുന്നു? ദൈവം നമ്മെ സഹായിക്കട്ടെ. 1ഉം 2ഉം വേദഭാഗങ്ങൾ നാം ഇപ്പൊ കണ്ടു. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 15:16 കർത്താവിന്റെ തിരഞ്ഞെടുപ്പും അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവോദ്ദേശവും. രണ്ടാമത് നാം കണ്ടു ഫിലിപ്പി ലേഖനം 2:5 യേശു ക്രിസ്തുവിലുള്ള അതേ ഭാവം തന്നെ വേണം നമ്മിലൂടെയും വെളിപ്പെട്ടു വരുവാൻ. മൂന്നാമത്തെ ഒരു വചനഭാഗം ഭയനിർദ്ദേശവും അതോടൊപ്പം തന്നെ എന്റെയും നിങ്ങളുടെയും പ്രവാസ ജീവിതം ദൈവാനുരൂപമായി അത് മെനഞ്ഞെടുക്കുവാൻ നാം ബാധ്യസ്ഥരാക്കുന്ന ഒന്നുമാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് എന്നെയും നിങ്ങളെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. വേറൊരു കാര്യമൊന്നുമല്ല. എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന സത്യം? അത് ഇപ്രകാരമാണ്: അവന്, നമ്മുടെ കർത്താവിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായിട്ടിരിക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. എങ്ങനെയാണ് കാര്യങ്ങള്? നമ്മുടെ അനുദിന കാര്യങ്ങൾ നമ്മുടെ കർത്താവിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നില്ല. നമ്മളുടെ ഓരോ പ്രവർത്തികള്, സംസാരം, വാക്ക്, പ്രവൃത്തി, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ നിലവുകളെ വരെ അവന് മറഞ്ഞിരിക്കുന്നില്ല. അവന് മറഞ്ഞിരിക്കാത്ത നമ്മുടെ സകല പ്രവൃത്തികളും, സകല വിചാരങ്ങളും, സകല സംസാരങ്ങളും ഒരു നാൾ അവന്റെ മുൻപാകെ
നാം കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു ചിന്തയോടുകൂടെയാണോ നാം നമ്മളുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്? ഇത് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് അടിസ്ഥാനപ്പെട്ടുകൊണ്ട് നമ്മെ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി തീർത്ത സ്ഥാനീയ പദവികൾ നൽകി നമ്മെ ആക്കി വെച്ചിരിക്കുന്ന കർത്താവ് ഈ പദവിയിലെല്ലാം കൂടെ നമ്മിലൂടെ വെളിപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഒന്നൊന്നായി വളരെ പെട്ടെന്ന് സമയത്തിനുള്ളിൽ തന്നെ നിർത്താമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. വളരെ വ്യക്തമായി ഈ 4 സ്ഥാനീയ പദവികളും വഹിക്കുന്ന നാം പൂർണ്ണ സത്യമായ യേശുവിനെ ധരിച്ചുകൊണ്ട് സത്യപാതയിൽ മാത്രം നടക്കുക. ഇതൊക്കെ നടക്കുമോ എന്നാണ് എല്ലാവരും ഇപ്പൊ ചോദിക്കുന്നത്. ഇന്നത്തെ ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ മധ്യത്തില് ഇതല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് വേറെ മാർഗമുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ, നോ കോംപ്രമൈസ്. നമ്മുടെ കർത്താവ് ഇതിനു വേണ്ടി കൊടുത്ത വലിയ വില അത് നമ്മുടെ മുൻപാകെ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 6:14 വരുമ്പോൾ നാം ഇങ്ങനെ പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇടവരരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ സത്യമായ യേശുവിനെ ധരിച്ചുകൊണ്ട് സത്യപാതയിൽ മാത്രം മുന്നേറുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ സത്യത്തിന്റെ പാതയിൽ മാത്രം നടക്കുക. യോഹന്നാന്റെ സുവിശേഷം 14:6 അതിന്റെ പ്രാരംഭത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയും സത്യവും ജീവനുമായ കർത്താവാണ് നമ്മിൽ വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ സത്യമായ യേശുവിനെ ധരിച്ചിരിക്കുന്ന നാം സത്യത്തിന്റെ പാത വിട്ട് നടക്കാൻ പാടില്ല. ഇനി നമ്മുടെ മഹാപുരോഹിതനായ യേശുവിന്റെ യോഗ്യത എന്തൊക്കെയാണ്? നമുക്ക് അതൊന്ന് നോക്കാം. എബ്രായ ലേഖനം 7:26 വരുമ്പോൾ നമ്മുടെ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗുണഗണങ്ങളെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായിരിക്കുന്നവൻ. കർത്താവിന്റെ ഗുണഗണങ്ങളായി പറഞ്ഞിരിക്കുന്നത്. ഈ ഗുണഗണങ്ങളെല്ലാം തന്നെ നമ്മുടെ മുൻപാകെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിവരിച്ചു പറഞ്ഞുകൊണ്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ്. എഫേസ്യ ലേഖനം 4:15 സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് യേശു ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. നമ്മുടെ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗുണഗണങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനം 7:26 നമ്മുടെ മുൻപാകെ വരച്ചു കാണിച്ചുകൊണ്ട് അത് നമ്മിലേക്ക് വിരൽ ചൂണ്ടുന്നത് എഫേസ്യ ലേഖനം 4:15 അവിടെ എന്താ പറയുന്നത്? സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് യേശു ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. നാം വളരാൻ ശ്രമിക്കാറുണ്ട്. യേശു ക്രിസ്തു എന്ന തലയോളം വളരാൻ ശ്രമിക്കുന്ന ആ ഒരു പരിശ്രമമാണ് നമ്മിൽ കുറവുള്ളത്. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും. അപ്പോ ഈ ലോകം നമ്മളെ മോഹിപ്പിക്കും, നിശ്ചയം. എന്നാൽ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് യേശു ക്രിസ്തു എന്ന തലയോളമാണ് നാം വളരേണ്ടത്. വളരെ പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകട്ടെ.
രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ കരുണ ലഭിക്കാനും തക്ക സമയത്ത് സമാധാനത്തിനുള്ള സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി ധൈര്യത്തോടെ നമുക്ക് അടുത്തു ചെല്ലാവുന്ന നമ്മുടെ കർത്താവിൻ്റെ കൃപാസനമുണ്ട്. ഒരു കൃപാസനമുണ്ട്. മറ്റുള്ള ആർക്കും ഇല്ലാത്ത നിലയിൽ, മറ്റുള്ള ഈ ലോകം ഒരു മനുഷ്യർക്കും ഇല്ലാത്ത നിലയിൽ ഞാനും നിങ്ങളും ഏത് പ്രയാസത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകട്ടെ, ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകട്ടെ, അവിടെയെല്ലാം കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് ചെല്ലണം. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം ഇത് നമുക്ക് ബലം തരികയാണ്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തേക്ക് ചെല്ലുക. ഇതെങ്ങനെ പ്രായോഗികമായിട്ട് ഒന്നുകൂടി ലളിതമാക്കി നമുക്ക് നടപ്പാക്കാൻ പറ്റുമെന്ന് എബ്രായ ലേഖനം 10:22 ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ടുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. മറ്റാർക്കുണ്ട് പ്രത്യാശ? ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കളായ നമുക്കല്ലാതെ വേറെ ആർക്കുണ്ട് ഇത്ര വലിയ വാഗ്ദത്തം? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാപ്പാടമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്റെയും നിങ്ങളുടെയും കാത്തിരിപ്പിന്റെ വൻ പ്രതീക്ഷയാണ് കർത്താവ് വാഗ്ദത്തമായിട്ട് നൽകിയിരിക്കുന്നത്. കർത്താവ് അവിടെ അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥാനങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ ഞാൻ പോകുന്നു. സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ സന്നിധിയോട് ചേർത്തുകൊള്ളും. വേറെ ആർക്കുണ്ട് ഇതുപോലെ പ്രത്യാശ നിർഭരമായ ഒരു വാഗ്ദത്തം? നമുക്ക് മാത്രമേ ഉള്ളൂ. ഇനി ആരാ വാഗ്ദത്തം ചെയ്ത്? സകലത്തിന്റെയും ഉടയവനായ കർത്താവായ യേശുക്രിസ്തുവാണ് വാഗ്ദത്തം ചെയ്തത്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവൻ അതേപോലെ തന്നെ നിവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്തവനിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൽ പൂർണ്ണ നിശ്ചയം പൂണ്ടുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലാവട്ടെ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളുടെ മധ്യത്തിലാവട്ടെ, ഏത് രോഗങ്ങളാകട്ടെ, ഏത് സങ്കീർണ പ്രശ്നങ്ങളാകട്ടെ, നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് സമയഭേദമന്യേ ആ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായി, കൃപ പ്രാപിച്ച് ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുക. എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമായിരിക്കുന്ന ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങൾ, അയ്യോ ഇത് ചെയ്യാൻ എനിക്ക് കഴിവുണ്ടോ, ഇതെന്നെ കൊണ്ട് സാധിക്കുമോ, ഈ നിലയിലുള്ള ഭയാശങ്കകളൊക്കെ നമുക്കുണ്ടാകാം. എന്നാൽ ഓർത്തിരിക്കുക, സകലത്തിനും മതിയായ കർത്താവാണ് എന്നെയും നിങ്ങളെയും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതെന്നുള്ള വസ്തുത നാം മറക്കരുത് പ്രിയപ്പെട്ടു. ആ ഏൽപ്പിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളും അവനെ സമീപിച്ച് അവനിൽ നിന്ന് കൃപ പ്രാപിച്ച് ഭയത്തോടും ഭക്തിയോടും കൂടെ അവന്റെ ഹിതം നിറവേറ്റുന്നു എന്ന മനോഭാവത്തോടെ അത് ചെയ്യുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്ന ചെറുതും വലുതുമായി കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന ആ ഓരോ വേലകളും ചെയ്യുവാൻ നാം നമ്മുടെ കർത്താവിൻ്റെ സമീപിച്ചില്ലേ, നമ്മുടെ കർത്താവിങ്കിൽ നിന്ന് കൃപ പ്രാപിക്കുക. നേരിട്ട് തന്നെ പറയാം, എൻ്റെ കർത്താവേ എനിക്കിത് സാധിക്കുകയില്ല, മറിച്ച് നിന്റെ കൃപ എന്നിൽ വ്യാപരിച്ചാൽ
അത് സാധിക്കും. വേദപുസ്തകത്തിൽ ഇതുണ്ടോ? നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ട് അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. തന്നിലുള്ള രോഗം മാറുവാനായിട്ട് 3 വട്ടം താൻ പ്രാർത്ഥിച്ചു. എന്തായിരുന്നു കർത്താവ് കൊടുത്ത മറുപടി? എൻ്റെ കൃപ നിനക്ക് മതി. ആ കൃപയുടെ പ്രത്യേകത കർത്താവോട് വിവരിക്കുന്നുണ്ട്. ബലഹീനതയിൽ ശക്തി തികയുന്ന എൻ്റെ കൃപ നിനക്ക് മതി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രവർത്തികൾ ഏതുമാകട്ടെ, കർത്താവ് ഞാൻ ചെയ്യണമെന്ന് നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തികൾ ഏതുമാകട്ടെ, ആ പ്രവർത്തികളുമായിട്ട് ആരുടെ അടുത്തേക്ക് ചെല്ലണം? കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. എന്നെ ശക്തിപ്പെടുത്തിയിട്ടല്ലാതെ, എന്നെ ശക്തിപ്പെടുത്തുന്ന മുഖാന്തരം ഞാൻ സർവത്തിനും മതിയാകുന്നു. എന്നാൽ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് പറയാം, എൻ്റെ കർത്താവേ, അവിടെ നിന്ന് എന്നെ ശക്തിപ്പെടുത്തിയിട്ടല്ലാതെ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന ഈ ഉത്തരവാദിത്തങ്ങൾ അത് പൂർണ്ണതയിൽ ചെയ്തു തീർക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. എനിക്ക് മനസ്സുണ്ട്, എന്നെ എടുത്ത് ഉപയോഗിക്കണം. ഞാൻ അവിടുത്തെ കൈക്കീഴിൽ താണിരിക്കുന്നു, ഞാൻ അവിടുത്തെ ഭയപ്പെടുന്നു, ഭക്തിയോടെ സേവ ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ അവിടുത്തെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എബ്രായലേഖനം 12:28 അതാ പറയുന്നത്. ആകയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരാണ് പ്രിയപ്പെട്ടവര്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഇവിടെ നിന്ന് മരണം സംഭവിക്കാം. മരണം പോലും പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊമോഷൻ ട്രാൻസ്ഫറാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നത് അത്യുത്തമം. അത് ഞാൻ കാക്ഷിക്കുന്നു. എന്നാൽ വേല സംബന്ധമായി ഞാൻ ഇവിടെ ആയിരിക്കണമെന്ന് കർത്താവിൻ്റെ ആഗ്രഹമാണോ? കർത്താവ് ചില പ്രവൃത്തികളൊക്കെ ചെയ്യാൻ എനിക്ക് തന്നിട്ട് അത് തികയ്ക്കാൻ എന്നോട് പറയുമ്പോൾ അത് ഇട്ടെറിഞ്ഞിട്ട് ഓടുകയല്ല, മറിച്ച് കർത്താവിന് വേണ്ടി അത് ചെയ്തു തീർക്കുക എന്നുള്ളത് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറുതാവട്ടെ വലുതാവട്ടെ സങ്കീർണമാകട്ടെ ഒട്ടും സങ്കീർണമല്ലാതിരിക്കട്ടെ, കർത്താവ് ഏൽപ്പിക്കുന്ന ഏത് പ്രവൃത്തിയും കർത്താവിനെന്ന പോലെ, അത് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രസൻസിൽ നാം ചെയ്യുന്നത് പോലെ തന്നെ കർത്താവിനെന്ന പോലെ കർത്താവിൽ നിന്ന് കൃപ പ്രാപിച്ച് കർത്താവിൽ ചാരിക്കൊണ്ട് ആ പ്രവൃത്തി ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത നമ്മിലൂടെ വെളിപ്പെട്ടു വരേണ്ട മറ്റൊരു സ്വഭാവമാണ് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക. ഇവിടെ വളരെ വ്യക്തമായിട്ട് വാഗ്ദത്തം തന്നെ ഈ കാര്യത്തിനുണ്ട്. അതുകൊണ്ട് വെറുതെ ഒന്നല്ല പൗലോസ് അപ്പോസ്തലനൊക്കെ കഷ്ടം സഹിച്ച്, കഷ്ടം സഹിക്കുന്നവരെ അവൻ രക്ഷിക്കും. അത് തർക്കമില്ലാത്ത വിഷയം. ഇവിടെ എബ്രായലേഖനം 12:13 വാക്യങ്ങൾ, ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിവർത്തുവിൻ. വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, തളർന്നോ? ഞാൻ കാണുന്നു. ക്ഷീണമുണ്ടോ? ഞാൻ കാണുന്നു. അല്പം ഉളുക്കുണ്ടോ? ഞാൻ കാണുന്നു. ആ ഒഴുക്കുമായിട്ട് നീ എന്നിലേക്ക് വരിക, ആ ഒഴുക്കുമായിട്ട് നീ എന്നെ ഏൽപ്പിക്കുക, ഞാൻ ശരിയാക്കും. എവിടെയാണ് ഈ വാഗ്ദത്തം ഉള്ളത്? നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോവാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 3-4 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരു കാരണവശാലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം മടി പിടിച്ചിരിക്കില്ല. കാരണം വളരെ വ്യക്തമായിട്ട് ദൈവം രക്ഷിക്കുമെന്ന് വാഗ്ദത്തമായിട്ട് നമ്മുടെ മുൻപാകെ പ്രവാചകനിലൂടെ വാഗ്ദത്തം നൽകിക്കൊണ്ട് ദൈവം നമ്മെ ഉത്സാഹിപ്പിക്കുകയാണ്. ദൈവം നമ്മെ ശക്തിപ്പെടുത്തുകയും നമ്മെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം വീണ്ടും മടി പിടിച്ച് മാറാൻ പാടുണ്ടോ? നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിന്റെ 3-4 വാക്യത്തിലേക്ക് വരുമ്പോൾ, തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ, മനോഭീതിയുള്ളവരോട് പറയുവിൻ, ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ആരായി വാഗ്ദത്തം ചെയ്ത്? നമ്മുടെ കർത്താവാണ്. ഇതൊക്കെ പറയുമ്പോൾ സമയത്തിന്റെ പരിമിതി എൻ്റെ മുൻപാകെ ഉണ്ട്. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ മുൻപില് ജഗത്യാൽ ജയിലില്
മനോഹരമായിട്ട് 48 തടവുകാരുടെ കൂടെ ഞങ്ങൾ 8 പേര് തടവിൽ കിടന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓർമ്മ വരുന്നത്. അനാക്യ മല്ലന്മാരെന്നൊക്കെ പറഞ്ഞ കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. അവരുടെ കൂടെ കിടന്നുകൊണ്ട് ഒട്ടും ഭയപ്പെടാതെ അവരോട് സുവിശേഷം പറയുവാൻ, അവരിൽ നിന്ന് 11 പേര് രക്ഷയെങ്കിലേക്ക് നടത്തുവാനൊക്കെ ഇടയായി തീർന്നു എന്ന് പറയുമ്പോൾ, ദൈവം അല്ലെങ്കിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളിൽ പ്രവർത്തിച്ചവൻ കാര്യം. ഈ കർത്താവ് ഇന്നും പ്രാപ്തനല്ലേ? ഈ കർത്താവ് ഇന്നും തയ്യാറാ. പക്ഷേ അല്പം ഒരു ക്ഷീണം വരുമ്പോഴത്തേക്കും നമ്മൾ വല്ലാതെ ക്ഷീണിക്കുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തിവിൻ, മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ വേഗതമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിവർത്തുവിൻ. കർത്താവിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ചിലതൊക്കെ വ്യയപ്പെട്ടു പോകുവാൻ കർത്താവിൻ്റെ കയ്യിൽ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചേ. ഇതാ പറയുന്നേ, കർത്താവ് നിങ്ങളെ എടുത്ത് ഉപയോഗിക്കും. അത് വാഗ്ദത്തമായിട്ട്. കർത്താവൊക്കെ ജനിക്കുന്നതിന് നൂറ്റാണ്ട് മുമ്പേ പ്രവാചകനിലൂടെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളും ഞാൻ ആരായിരിക്കും നിങ്ങൾക്കെന്നുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് രേഖയാക്കി നൽകിയിരിക്കുക. തളർന്ന കൈകളെ ബലപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. ഈ ദൈവം അന്നും ഇന്നും എന്നും വിശ്വസ്തനാണ് പ്രിയപ്പെട്ടത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യത്തിലേക്ക് നാം ഒന്ന് വരിക. വളരെ വ്യക്തമായിട്ട് നേരിട്ടൊരു ഔട്ടർ കോൾ വരികയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവിടെ കൊണ്ട് തീരുകയല്ല. എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുവട് ലഘുവുമാകും. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. നമുക്ക് നമ്മുടെ കർത്താവിനെ ചാരാം. അവസാനമായി ആത്മീയ യാഗം അർപ്പിക്കുക. സ്ഥാനീയ പദവികളിലാക്കി വെച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക, ആത്മീയ യാഗം അർപ്പിക്കുക. ഈ വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. എബ്രായ ലേഖനം 13-ാം അധ്യായം 15-16 വാക്യത്തിലേക്ക് ഞാൻ വായിക്കുമ്പോൾ കേവലം യാഗം അർപ്പിക്കുന്ന യാഗം മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കും. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഇതൊന്നുകൂടി വ്യക്തമായിട്ട് പറയുന്ന വചനഭാഗമാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ദൈവാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ പെട്ടെന്ന് തന്നെ നാം കർത്താവ് തൻ്റെ രക്തം മറുവിലയായി നൽകിക്കൊണ്ട് ചില സ്ഥാനീയ പദവികളിലൊക്കെ 4 സ്ഥാനീയ പദവികളിൽ നമ്മെ കർത്താവ് ആക്കി വെച്ചുകൊണ്ട് ആ പദവികൾ ഡിമാൻഡ് ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട് വരണമെന്ന് ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ നാം ചിന്തിക്കുകയായിരുന്നു. എളുപ്പം ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊക്കെ പക്ഷിയെ കണ്ടിട്ടുണ്ട് അല്ലേ? പറന്നു പോകുന്ന പക്ഷിയെ കണ്ടിട്ടില്ലേ? ഈ പക്ഷി പറന്നു പോകുമ്പോൾ അതിൻ്റെ 2 ചിറകും ശക്തമായിട്ട് അടിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങി പറന്നു പോകുന്നത്. ഇതൊരു വലിയ സത്യം നമ്മളോട് പറയുക. എന്താണ് ഈ സത്യം? ഈ പക്ഷിയുടെ 2 ചിറകുകളും പറക്കുവാനായിട്ട് ഒരുപോലെ പ്രവർത്തിക്കുന്നത് പോലെ ഉപദേശവും
ജീവിതവും ഒരുപോലെ ജീവിതത്തിൽ അനുസരിക്കണം. ഉപദേശവും ജീവിതവും ഒരുപോലെ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുവർത്തിക്കണം. ഉപദേശിക്കുന്നത് പോലെ ജീവിക്കുക സാധ്യമല്ല. ഉപദേശം എങ്ങനെയായിരിക്കണോ ഉപദേശത്തിനനുസരിച്ച് വേണം നാം ജീവിക്കാൻ. ജീവിക്കുന്നത് പോലെ ഉപദേശിക്കാൻ പറ്റുമോ? ജീവിക്കുന്ന പോലെ ഉപദേശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓർത്തിരിക്കുക പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ഓരോ സ്ഥലത്തും സ്ഥാനത്തും ഈ പ്രദേശത്ത് തണ്ടിന്മേൽ നാട്ടിയിരിക്കുന്ന വിളക്കായിട്ട് TBയെ നിർത്തിയിരിക്കുക. അങ്കമാലിയിൽ ഒരു TBയെ നിർത്തിയിരിക്കുക, തണ്ടിന്മേൽ നാട്ടിയിരിക്കുന്ന വിളക്കായിട്ട്. അവിടെ ടൗൺ ബ്രദറൻ അസംബ്ലി ആണെങ്കിൽ ഇവിടെ തിരുമല ബ്രദറൻ അസംബ്ലിയാണ്. ഈ രണ്ട് അസംബ്ലിയിലൂടെയും വെളിപ്പെട്ട് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഉപദേശവും ജീവിതവും. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ട് പരസ്പര പൂരകങ്ങളായിട്ട് പോകണം. നാം കാണുകയായിരുന്നു എന്തൊക്കെയാണ് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവിൻ്റെ വരവ് വരാറായി. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ മധ്യേ എല്ലാ പാപത്തിൽ നിന്നും പാപ വഴികളിൽ നിന്നും വേറിട്ടുകൊണ്ട് പൂർണ്ണമായി യേശുവിനെ ധരിച്ചുകൊണ്ട് സത്യത്തിൻ്റെ പാതയിൽ മാത്രം മുന്നേറാം. കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി കർത്താവിൻ്റെ കൃപാസനത്തോട് നമുക്ക് അടുത്തു ചെല്ലാം. ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ വരം ലഭിച്ചവരായ നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യാം. ഏത് പ്രതികൂലങ്ങളുടെ മധ്യയും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും ചില പ്രിയപ്പെട്ടവരെ സ്വന്തം ജീവൻ വരെ മറന്നുകൊണ്ട് നേടാനും നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കൈക്കീഴെ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ മുഖാന്തരം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം സദാ അർപ്പിക്കുന്നവരായിരിക്കും. വിജയിക്കുവാനും ജീവിതം നയിക്കുവാനും എബ്രായർ 4:13 നമ്മുടെ ഹൃദയത്തിൽ എന്നും ഒരു ഓർമ്മയായിരിക്കട്ടെ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. നമ്മുടെ കർത്താവിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായിട്ടിരിക്കുന്നു. അവനുമായിട്ട് കണക്ക് തീർക്കുന്ന ഒരു നാൾ എനിക്കുണ്ടെന്ന ആ ബോധ്യത്തോടുകൂടെ അവൻ്റെ ദിവ്യ സ്വഭാവം അത് എൻ്റെ ജീവിതത്തിൽ ആദിയോടന്തം വെളിപ്പെട്ടു വരുവാൻ മാത്രവുമല്ല അവൻ എന്നെ തിരഞ്ഞെടുത്ത് ഞാൻ പോയി ഫലം കായ്ക്കുവാനാണ്, ആ ഫലം നിലനിൽക്കാനാണ്, അതുവഴി പിതാവായ ദൈവം മഹത്വപ്പെടുവാനാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ ചില നിലനിൽക്കുന്ന ഫലങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ മരുപ്രയാണ യാത്ര നമുക്കതിനു വേണ്ടി വാസ്തവമായിട്ടും ചിലവഴിക്കാം. തീയിൽ വെന്തു പോകുന്നത് ഒട്ടനവധി നമ്മൾ സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അവൻ തീയിൽ ശോധന കഴിക്കുമ്പോൾ നിലനിൽക്കുന്ന ചില ഫലങ്ങൾ, കിരീടം പ്രാപിക്കത്തക്ക ചില ഫലങ്ങൾ നേടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ വിശ്വാസ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവോന്മുഖമായി ക്രമീകരിക്കുവാൻ വരും ദിവസങ്ങളിൽ ഇന്നത്തെ ഈ ആലോചന നമ്മുടെ ജീവിതത്തിനൊരു മുതൽക്കൂട്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ നിലയിൽ ഒരവസരം എളിയവനായ അടിയന് തന്ന ഇതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.